ഭയങ്കരമായിട്ട് ഗോപകുമാർ നന്നായിട്ട് അഭിനയിച്ചില്ലേ? ഗോപകുമാർ നന്നായിട്ട് ചെയ്തു. പടം കണ്ടില്ല? പടം കാണുന്ന സൂപ്പർ പടം. കുടുംബം നന്നായിട്ട് കാണിയ പടം. ഈ അടുത്തൊന്നും അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയില്ല. കണ്ണും കാതും പൊത്താതെ കാണാം സിനിമ. അത്ര ഭംഗി. ജാഫർക്കൊക്കെ പൊളിച്ച്. ജാഫറൊക്കെ നമ്മൾ ഇതുവരെ കണ്ട സാധനമല്ല. എന്നാലും ജാഫർ അതിൽ പഴയ സാധനം 10 കോമഡിയൊക്കെ ഭംഗിയിൽ ചെയ്തു. സുനിൽ സുഗത ചേട്ടനും ജാഫർക്കും ചെയ്തു. ജാഫർ പൊളിച്ച് അഭിനയിച്ച്. വേറെ തന്നെ ഒരു സാധനം. കുടുംബം നല്ലോണം കാണണം. എല്ലാവരും കയറി കാണണം. സൂപ്പർ. എന്നെ കണ്ടപ്പോ എനിക്ക് കാണാൻ വീണ്ടും കൊതിയായി. ഫസ്റ്റ് പടം. നേരത്തെ ഒരു പടം അതല്ലേ അത്? ഫസ്റ്റ് പടം. നല്ല സന്തോഷം. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചില്ലേ? നന്നായിട്ട് സിനിമ അടിപൊളിയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഇതിനകത്ത് പെർഫോമൻസ് ഇതിലെ പോലീസുകാരി ഞാൻ അബീസു. ഇത് ഞങ്ങളുടെ തുമ്പി ഞങ്ങള് കോളനി ഏരിയയിലുള്ളത്. കോളനി ഷൂട്ട്. ഞാൻ എസ്ഐയുടെ ക്യാരക്ടറാണ് ചെയ്തത്. അടിപൊളിയായിരുന്നു. കണ്ടപ്പോൾ നല്ലതായിട്ടുണ്ട്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലും ജാഫ്രിക്കയൊക്കെ അസാധ്യ പെർഫോമൻസ് തന്നെയാണ്. ശരിക്കും കരഞ്ഞു പോയിട്ടുണ്ട്. ഒന്നുകൂടെ കാണണമെന്ന് തോന്നുന്നുണ്ട്. സീനൊക്കെ ഭയങ്കര ഇമോഷണൽ സീനുകളാണ്. സെക്കൻഡ് ഹാഫ് മുതൽ അങ്ങോട്ടും പിന്നെ ഒക്കെ ഇമോഷണലാണ്. പാട്ട് എന്താണ് അഭിപ്രായം? മാത്രം നമ്മൾ കണ്ടത് ഒരു ആർട്ടിസ്റ്റാണ് സൗമ്യ. മലയാള സിനിമ കീഴടക്കുവാണ്. ഇനിമേൽ കീഴടക്കുവാണ്. കാരണം ഈ പടത്തിൽ നല്ലൊരു ക്യാരക്ടർ. ഇതിനെ കണ്ണ് നിറഞ്ഞു പോയിട്ട്. അതിലിവർ എന്നെ നല്ലൊരു കൂട്ടുകാരിയാണ്. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മാമുക്കോയക്കയുടെ മകൻ നിസാർ മാമുക്കോയക്ക, അതുപോലെ ജാഫർ ഇടുക്കിക്ക, ഇന്ദ്രൻസ്, എല്ലാവരും മത്സരം. സത്യം പറഞ്ഞ പീഡനങ്ങൾ നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. എല്ലാവരും കമന്റിലൂടെ പറയും കൊല്ലും ഇടിക്കും. പക്ഷേ ഈ സിനിമയിൽ സന്ദേശം തന്നെയാണ് കാണിക്കുന്നത്. ഇനി ആരും പീഡിപ്പിക്കപ്പെടില്ല. കാരണം എല്ലാവരും പ്രതികരിക്കും. അതുപോലത്തെ ഒരു സിനിമയാണ്. നല്ല പാട്ടുകൾ കണ്ണു നിറഞ്ഞു വരും സത്യം പറഞ്ഞു. എന്നാലും ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ. ഞങ്ങൾ നല്ല ഫാനാണ്. നല്ല സൂപ്പർ സിനിമ. ഇഷ്ടപ്പെട്ടു, ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ല അഭിനയമായിരുന്നു. നല്ല പടം. ഇമോഷണലാണ്. ഫുൾ ഇമോഷണലാണ്. നല്ല പടമാണ്. ഇമോഷണലാണ്. നല്ല സിനിമ. ഇതുപോലെ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിൽ അഭിമാനം. പിന്നെ ജാഫ്രിക്കനെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അത്ര നല്ലൊരു ഇങ്ങനൊരു സംഭവം ജാഫ്രിക്ക ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം അത്രമേല് ഇന്ദ്രൻസേട്ടൻ വേറൊരു തരത്തിലുള്ള കഥാപാത്രമാണെങ്കിലും ജാഫ്രിക്കയാണ് ഇതിൽ ഭയങ്കരമായിട്ട് ലീഡ് ചെയ്യുന്ന പോലെ തോന്നിയത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെയ്തു വെച്ചങ്ങനെ തരത്തിലുള്ള അക്രമ മനുഷ്യൻ. ഒരുപാട് സന്തോഷം. എല്ലാം നല്ല മനോഹരമായിരുന്നു. എല്ലാവരും ഓരോരുത്തരും നല്ല രീതിയിൽ അഭിനയിച്ചു. നല്ല പടം. എല്ലാവരും കാണണം. ഒരുപാട് സന്തോഷം. ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇനി എല്ലാവരും വേണം ഇനി അതിനെ നെഞ്ചിലേറ്റണം. എന്തോ എല്ലാരും കാണുക, ഇതിനെ വിജയിപ്പിക്കുക. പടം തീർച്ചയായിട്ടും ഇപ്പൊ ഈയിടെ ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവ കഥ. അതായത് നമ്മളെല്ലാം അറിയുന്ന ഒരു സംഭവം, ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഒരു സംഭവത്തിന്റെ അതിനോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. അതിന് ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. ഒരു മിനിറ്റ് പോലും നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ കഥയിൽ ഓരോ എഡിറ്റിങ്ങിലെല്ലാം വളരെ വ്യത്യസ്ത പുലർത്തിയിട്ടുണ്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ജാഫർ ഇടുക്കിയും ഇന്ദ്രൻസേട്ടൊക്കെ മത്സരിച്ച് അഭിനയിച്ചിരിക്കുകയാണ്. അതായത് ജാഫർ ഇടുക്കി ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള അഭിനയം. പല സന്ദർഭങ്ങളും നമ്മളെ കരയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. ഇന്ദ്രൻസേട്ടനാണെങ്കിൽ നന്നായിട്ടുണ്ട്. പുതിയൊരു പെൺകുട്ടി വന്നിട്ടുണ്ട് ഈ പടത്തിൽ അഭിനയിച്ച. ആ പെൺകുട്ടിയുടെ അഭിനയം കൊള്ളാം. എനിക്ക് പറയാനായിട്ട് വളരെ മനസ്സിനെ അതായത് വേദനിപ്പിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്.
എനിക്ക് വളരെ എൻജോയ് ചെയ്തു. നല്ല പടമായിരുന്നു. അടിപൊളി പെർഫോമൻസ് ആണ് എല്ലാം. നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റോറി ആണെങ്കിലും അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ഒരു സ്റ്റോറിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്നും കാണുന്ന ഒരു സ്റ്റോറിയാണ്. അത് നമുക്ക് ഡെയിലി ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്നും ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ കാണുന്ന വാർത്തകളൊക്കെ തന്നെയാണ്. ഒന്നും പറയാൻ നമ്മളെല്ലാം ഹാപ്പിയാണ്. ഈ ഒരുമ്പെട്ടവൻ ടീം എല്ലാവരും ഹാപ്പിയാണ്. അമ്മാതിരി പെർഫോമൻസ് ആണ് എല്ലാവർക്കും കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു ടീമിന്റെ ഭാഗമാവാൻ പറ്റിയില്ല, എനിക്കും സന്തോഷം. ഞാനും ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര സന്തോഷം. ജാഫ്രിക്ക ആണെങ്കിലും ഇന്ദ്രചാട്ടനാണെങ്കിലും മമ്മൂക്കയുടെ മകനാണെങ്കിലും എല്ലാവരും നല്ല രീതിയിലുള്ള വേഷം ചെയ്തിട്ടുണ്ട്. അത്രയും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. അഭിനയത്തിന്റെ കാര്യമാണെങ്കിലും ഫ്രെയിംസ് ആണെങ്കിലും പാട്ടുകളാണെങ്കിലും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണുക. മാക്സിമം ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. നല്ല സിനിമയാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞാനതിലൊരു ചെറിയ പാർട്ട് ചെയ്യുന്നുണ്ട്, കണ്ണൂർ ശിവദാസ് സാറിൻ്റെ മോളായിട്ട്. എനിക്ക് സുജീഷ് സാറാണ് ഇതിലെനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നത്. താങ്ക് യു. അടിപൊളി. അത് പിന്നെ പറയാനുണ്ട്, അവർ പിന്നെ നമുക്ക് കമൻറ്റ് ചെയ്യാൻ നമ്മളാരും ഇല്ലല്ലോ. അവർ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിരിക്കുന്നത്. ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ടാണ്. സന്തോഷം തോന്നി. ആദ്യമായിട്ടാണല്ലോ, ആഗ്രഹമുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റി. അപ്പോൾ ഹാപ്പിനെസ് ഉണ്ട്. താങ്ക് യു. അപ്പോൾ എന്താ പറയുക, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ പേരൊക്കെ ഉള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ സിനിമയിലൂടെ കാണിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഹാപ്പി. നല്ല മൂവി. പടം നമ്മുടെ ഇത് ഒരു കുടുംബ ചിത്രം ആണ്. നമുക്ക് കാണാൻ പറ്റുന്ന നല്ല അടിപൊളി പടമാണ്. പിന്നെ ഒരു കുട്ടിയുടെ കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറേ സംഭവങ്ങളാണ് അതിനകത്ത്. അതുകൊണ്ട് നമുക്ക് സങ്കടം വരുന്ന ഒരു സിനിമയാണ്. എല്ലാവർക്കും കാണാം. ബോറടി പരിപാടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ മ്യൂസിക് എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇന്ദ്രചേട്ടനാണെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു അച്ഛൻ ആ ഒരു ലെവലിലേക്കാണ് അവരുടെ റോള് വഹിക്കുന്നത്. നമ്മുടെ ജാഫർ ഇടുക്കിയുടെ ആണെങ്കിലും അതെ. പിന്നെ നമ്മുടെ റീൽസ് താരം സൗമ്യ ചേച്ചിയൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. ഞാൻ അവരുടെയൊക്കെ ഫാനാണ്. സൗമ്യ ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ സങ്കടപ്പെടുത്തുന്ന സിനിമയാണ്. നല്ല മൂവിയാണ്. പലപ്പോഴും ഇമോഷണലായി പോയി. സൂപ്പർ മൂവി. ജാഫ്രിക്കൊന്നും ഒരു രക്ഷയില്ല. അതുപോലെ ഇന്ദ്രൻ ചേട്ടനും എല്ലാവരും നന്നായിട്ട്.